നമസ്കാരം, വിവേകയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അനുമോളുടെ ഹസ്ബൻഡ് ജയപ്രകാശിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി അനുമോളുടെ വീട്ടുകാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അനുമോളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ്. ആ പുറകിൽ കാണുന്നതാണ് അനുമോളുടെ വീട്. യഥാർത്ഥത്തിൽ എന്താണ് ജയപ്രകാശിൻ്റെ വീട്ടിൽ സംഭവിച്ചത്? അവിടെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്? അതുപോലെ തന്നെ ജയപ്രകാശ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മൾ ഈ അനുമോളുടെ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഒരാഴ്ചയോളമായി തോന്നില്ല, ഒരാഴ്ച കൊണ്ട് ഈ വാർത്തകൾ പല ചാനലിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരത്തെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആയിരുന്നല്ലോ അല്ലേ? ഹസ്ബൻഡിന്റെ വീട്ടിൽ അനുമോളും ഹസ്ബൻഡും കൂടെ വെച്ച വീടാണ്. അനുമോളുടെ പേർക്കുള്ള വീടാണ് അവിടുത്തെ വീടെന്ന് പറയുന്നത് അല്ലേ? ഇതിപ്പം ശരിക്കും എത്ര നാളായി ഈ ആക്സിഡന്റ് പറ്റിയിട്ട്? സെപ്റ്റംബർ 7-ാം തീയതിയാണ് ആക്സിഡന്റ് പറ്റുന്നത്. മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഹെൽമെറ്റ് വെച്ചില്ല. മോള് അവന്റെ തലയിലോട്ട് ഹെൽമെറ്റ് ഊരി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് വണ്ടി മദ്യവെച്ച് ലെവലില്ലാതെ. ഇവര് ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ശരിക്കും 10 വർഷമായി. ഇപ്പൊ ഇതിനിടയ്ക്ക് അവര് തമ്മിൽ എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഭാര്യയും ഭർത്താവും കൂടെ അതിപ്പം വഴക്കില്ലാത്ത വീടുകളില്ലല്ലോ, അതൊന്നും നമ്മളത്ര കാര്യമാക്കാൻ പോയില്ല. പക്ഷെ അവൻ ഉപദ്രവിക്കാന്നുള്ളത് കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞായിരുന്നു. ഈ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എത്ര നാള് കിടന്നു? സംസാരവും ഇല്ല. പോകുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ കതവ് തുറന്ന ഉടനെ ഇറങ്ങി വെളിയിലോട്ട് ഓടുക. അപ്പൊ ഈ മോളുടെയും കൂടെ പൈസക്കാണ് ആ വീടും ഒക്കെ കഷ്ടപ്പെട്ട് വെച്ച വീടാണ്. അച്ഛനെയും അമ്മയും അവിടെ താമസിപ്പിച്ചോണ്ട് അവനിവിടെ കിടക്കുന്ന ഈ കുഞ്ഞിനെയും ഞങ്ങളെയും കൂടെ ഇറക്കി ആ വീട് വെച്ചത് പൈസ കൊടുത്ത്. പക്ഷെ ആ വീട് വെച്ചത് അനുമോള. അവള് കിടന്ന് കഷ്ടപ്പെട്ട് അവളെ വിയർപ്പിന്റെ ഫലം അത്രയായ ആ വീട്. അതായത് അവിടെ അവരുടെ വീട്ടിൽ ആരൊക്കെയാ താമസം ഉള്ളത്? അവന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ വസ്തുവും 2 വീടും ഉള്ളവരാ. അവർക്ക് വേറെ വീടും ബസ്സും ഒക്കെ ഉള്ളതാണ്. നമ്മളിപ്പോ ഈ മോക്ക് വയ്യാതായതിനു ശേഷമാണ് അവിടെ. അതിനു മുമ്പ് നമ്മളങ്ങനെ പോയി നിൽക്കൊന്നുമില്ല. ഞാൻ പോയിട്ട് എന്തൊരു ആവശ്യമുണ്ടോ രാവിലെ പോയിട്ട് വൈകിട്ട് വരും. ഞാൻ നിൽക്കത്തില്ല. ഇപ്പൊ ഈ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം നിലവിൽ? സംസാരം ഓർമ്മയിൽ 6 മാസം ചെന്ന് പൊടി കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് മൂത്രം ഒഴിക്കോ മലം പോവോ അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇപ്പൊ ആളുകളൊക്കെ തിരിച്ചറിയാനെ കൊണ്ടൊക്കെ പറ്റുന്നുണ്ടോ? നമ്മള് മോളെ വെളിയിലെ ഇവിടെ ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല ഇവിടെ ഈ വീട്ടില്. ഇത് കുഞ്ഞു വീടാ. പിന്നെ വെളി ബാത്റൂമിൽ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ രാത്രിയിലൊക്കെ പോകത്തില്ല. ഇവിടെ കിടന്ന പിടിച്ചോണ്ട് പാഞ്ഞോടെ പടി കയറി പോണം. അതും പിന്നെ വഴി സൗകര്യം ഇല്ല. കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ നമുക്കൊരു വണ്ടി വിളിക്കാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ടൊക്കെ അവന്റെ പീഡനങ്ങൾ സഹിച്ച് ഞങ്ങൾ അവിടെ കിടന്നേ. ഇവൻ ഞങ്ങളെ വിളിക്കുന്ന തെറി, പച്ച തെറി. ഇതിവിടെ എനിക്ക് മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല. ഈ ഞങ്ങൾ വരുന്നതിന് 3 ദിവസത്തിന് മുമ്പ് ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോ എടീ മറ്റേ മോളെ നീ ഈ മുറിയിലോട്ട് കേറി വാടിയെന്നാ പറഞ്ഞേ. ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? കഴിഞ്ഞ ചൊവ്വാഴ്ച അല്ലേ? ഇവിടെ ഇപ്പൊ ആരൊക്കെ താമസം ഇവിടെ വീട്ടില്? ഇവിടെ ഞാനും ഇപ്പൊ എന്റെ ചേച്ചിയുണ്ട്, ഈ മോളും. ചേച്ചി നിങ്ങൾ 3 പേരാ? ഇപ്പൊ ഇവരുടെ മോൻ അനുമോളുടെ മോനില്ലേ? മോനെയും കൂടെ ഇവിടെ കൊണ്ട് സംരക്ഷിക്കാൻ എനിക്ക് പറ്റും. ഈ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാരും കാണുന്നത്. ഈ കുഞ്ഞിനെ നോക്കി പിന്നെ ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതാ. അവിടെ സ്കൂളില് മക്കള് വരുന്നതെന്ന് വെച്ചാൽ വരുന്നില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിന് ഫുഡ് ആയാലും അവന് തയ്യാറാക്കി കൊടുക്കണം. പിന്നെ അവനെ സ്കൂളിൽ വിടണം. പഠിക്കുന്ന കുഞ്ഞില്ലയോ. എത്രല്ല മോൻ പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിൽ. അവിടെ ഈ പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ നിങ്ങള്? പോലീസിന് 4 വട്ടം കൊടുത്തു. വിളിച്ച് പറയാം അമ്മയെ ഉപദ്രവിക്കില്ല, നീ കൊച്ചിനെ ഉപദ്രവിക്കരുത്, കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് വിടുന്നേ. പക്ഷെ അവിടുന്ന് വിട്ട് ഇവൻ 2 ആഴ്ചത്തേക്ക് കുഴപ്പമില്ല. വീണ്ടും ഇത് തന്നെ. ഞങ്ങൾ ഗ്യാസ് എത്തിച്ചൂടാ, വെള്ളം എടുത്തൂടാ, ലൈറ്റ് ഇട്ടൂടാ. ഈ കുഞ്ഞിന് എ സി പോലും AC-യുടെ റിമോട്ട് എടുത്ത് അവന്റെ മേശ വെച്ച് പൂട്ടിക്കൊണ്ട് അവൻ ടൂറ് പോകുന്നേ. ഇതിപ്പം ഈ മോളുടെ ഈ വീഡിയോസ് കാണിച്ചിട്ട് എത്രയോ ലക്ഷം രൂപ കിട്ടിയെന്ന് അത് കറക്റ്റ് എത്ര കിട്ടിയിട്ടുണ്ടോ? പിന്നെ മോള് മെഡിസിറ്റിന്ന് വന്നതിന് ശേഷം അവന്റെ വീട്ടിൽ വെച്ച വീഡിയോ ചെയ്ത് ഇത്രയും പൈസ കിട്ടാൻ തുടങ്ങി. കിട്ടിയത് വീഡിയോ ചെയ്താൽ 10 മണിയാകുമ്പോ ഇതുപോലെ മൊബൈലും കൊണ്ട് വരുവോ, അനുമോളെ എന്ന് പറയുമോ, ഇത് വീഡിയോ ചെയ്യുവോ. അത് കഴിഞ്ഞാൽ പിന്നെ അനുമോളുണ്ടോ, അനുമോള് കഴിച്ചോ, അനുമോൾ ഉറങ്ങിയോ, അസ്വസ്ഥതയുണ്ടോ, ഒന്നും അവൻ തിരക്കാറില്ല. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് റൂമിലോട്ട് വരുന്നത്. പ്രകടനം ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ടൂറ് പോവാ. ഓരോരുത്തർക്ക് പോയിട്ട് 3-4 ദിവസം കഴിയുമ്പോഴേ വരുന്നത്. എന്നിട്ട് ഈ കുഞ്ഞുണ്ടോ അല്ലെങ്കിൽ എന്തോലും കഴിച്ചോ കൊടുക്കാനുണ്ടോ. ഇങ്ങോട്ട് വരുന്നതിന്റെ 4 ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു 1 കുപ്പി എണ്ണ കുഞ്ഞിന് മേടിക്കണം. കോട്ടക്കിൽ നിന്നാ മേടിച്ചത്. അപ്പം മേടിച്ചോണ്ട് തന്നില്ല. ഞങ്ങളിപ്പോ ഇവിടെ വന്നാൽ ഇവിടെ വരുന്നവർ കാണാൻ വരുന്നവർ എന്തോലും തെരുന്ന് കൊടുത്താൽ ഇപ്പൊ ഞങ്ങൾ മേടിച്ച എണ്ണ. അവനാണോ ഒരു ഭർത്താവ്? ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു അവിടെ വേറെ ഏതൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. അതെന്താ? കരിക്കോടുള്ള ഒരു സ്ത്രീയെ കൊണ്ട് അവൻ 12 ദിവസം കോയമ്പത്തൂർ പോയി.
പോയി റൂം എടുത്ത് താമസിച്ച്. ഇപ്പം പിന്നെ അവൻ കോയമ്പത്തൂർ വന്ന് എന്തിനാ? ഇവൻ കയ്യുടെ ട്രീറ്റ്മെന്റിന് പോവാന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാ പോകുന്നത്. ആരോഗ്യമുള്ള അച്ഛനുണ്ട്, നല്ല ആരോഗ്യമുള്ള ഒരു അമ്മയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ ചിറ്റപ്പനുണ്ട്, ചിറ്റപ്പന്റെ മക്കളുണ്ട്, 4 അമ്മാച്ചന്മാരുണ്ട്, അവരുടെ മക്കള് ആ മക്കളുണ്ട്. ഇവ ആരെയും കൊണ്ടുപോകാതെ ആദ്യമേ അച്ഛനെയായിരുന്നു കൊണ്ടുപോകുന്നത്. പിന്നെ ഈ സ്ത്രീയായിട്ട് അടുപ്പായത് ഇവരെയാ കൊണ്ടുപോകുന്നത്. ഇവരെ കൊണ്ടുപോയിട്ട് അവരെ മെഡിസിറ്റി കൊണ്ടുവന്ന് ഈ മോള് കിടന്നപ്പോ അന്നേരം ഞാനും വിചാരിച്ചപ്പോ ഒരു കുഞ്ഞ് വയ്യാതെ കിടക്കുന്ന ആരെല്ലാം വരും. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം കോയമ്പത്ത് പോകുന്നതിന് 2 പ്രാവശ്യം മുമ്പ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഈ അനിമോൾ പിന്നെ 3ാമത്തെ പ്രാവശ്യം അവൻ രാത്രി കൊണ്ടുവന്ന് അവന്റെ കൂടെ അവൻ കാറ് വിളിച്ച് അവന് ആ സ്ത്രീ കൂടെ പോയി ഹോസ്പിറ്റലിൽ പോയി 12 ദിവസം കഴിഞ്ഞിട്ട് ഇവളും അവനും കൂടെ തിരിച്ചു വന്ന് രാത്രി 1 മണിയായി. അന്നേരം ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ഈ സ്ത്രീയുമായിട്ട് അവിടെ വീട്ടിലൊക്കെ വരുന്നു. 2 വട്ടം വന്ന് അവിടെ CCTV കൊണ്ട് പരിശോധിക്കാൻ 2 വട്ടം വന്ന്, ഒരു ദിവസം മെഡിസിറ്റിയിലും വന്ന് അവള്. ഹോം നേഴ്സ് ആണെങ്കിൽ അങ്ങനെ വരണമെന്ന കാര്യമില്ല. അല്ലെങ്കിൽ ഹോം നേഴ്സ് അവനെ ഒരു ആണിനെ നോക്കാൻ ഒരാളില്ല. ഇപ്പൊ 35 വയസ്സുള്ള സ്ത്രീയാണ് 38 വയസ്സുള്ളവരുടെ കൂടെ പോകുന്നത്. അച്ഛനും അമ്മയൊന്നും ഞങ്ങളുടെ ഒരു കുഴപ്പമില്ല. ഈ ഞങ്ങളെ ഉപദ്രവിക്കാൻ മൊത്തം കാരണം ഈ അമ്മ പറഞ്ഞു കൊടുത്ത് എവനും അമ്മയും കൂടെ. പക്ഷെ അച്ഛൻ ഞങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അയാളാ വന്ന് അന്നേരം പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടുത്തെ ശ്രീനാഥ് എന്ന് പറയുന്നത് പുള്ളി ഒരക്ഷരം മിണ്ടിയില്ല. അവര് പറഞ്ഞു ഞങ്ങളുടെ ബന്ധു വന്ന്. അന്നേരം നാളെ ഞങ്ങളെ കൊന്നിട്ടാലും ഒരു പറയത്തില്ല ഞങ്ങളുടെ ബന്ധു വന്ന്. ഇതിപ്പോ ഈ മോൾക്ക് ഇനിയിപ്പോ അടുത്ത ചെക്കപ്പിന്റെ ഡേറ്റ് ആയി വരുവാണല്ലേ? ATM കാർഡ് സാനവാസ് സാർ SI സാറ് മേടിച്ച് തന്നപ്പോ അത് 1021 രൂപയുള്ളൂ. ഇതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ എങ്ങനെ ഈ 25 ലക്ഷം രൂപ ഒക്കെ വന്നെന്ന് പറഞ്ഞ അക്കൗണ്ടിൽ 1026 രൂപ. ഇവിടുത്തെ വീട്ടിലും ഈ പറഞ്ഞ കണക്ക് ബാത്റൂം ഒക്കെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. AC-യുടെ പ്രശ്നമുണ്ട്. ഈ ശീതാണ്ട് AC വെച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കാൻ തോന്നില്ലേ? ഇതാ സീലിംഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ കുഴപ്പമില്ലായിരിക്കും. ഇപ്പം ശരിക്കും ആ വീടും വസ്തുവും ഉപേക്ഷിക്കേണ്ട കാര്യമല്ല. ഇത്രയും പൈസ അവിടെ നമ്മളെ ഉപദ്രവം കുപ്പിച്ചില്ലും കൊണ്ട് മേശ അടിച്ചു. ഞാനൊരു മേശ കൊണ്ട് കൊടുത്ത അമ്മ അത് ഞാൻ എൻ്റെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കും. മേശ അടിച്ചു പൊട്ടിക്കുക. എന്നിട്ട് ഈ കുഞ്ഞിനെ പറ്റി അവിഖ്യാതികൾ പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട് കാമുകനുണ്ട്, പിന്നെ ആർക്കും ഭർത്താവില്ല. ഇവരെ അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്താലും അവൻ സംരക്ഷിക്കണ്ട. അവന്റെ കയ്യിൽ നിന്ന് വന്ന് തെറ്റായത് അവരത് ഉൾക്കൊള്ളണ്ടായോ? ആക്സിഡന്റ് എല്ലാവർക്കും വരും, എനിക്കും വരും, വേറൊരാൾക്കും വരും. പക്ഷെ അവൻ അത് വെച്ച് പൈസ മേടിച്ചിട്ട് അവൻ സൂചിച്ച് നടക്കുക, ടൂറ് നടക്കുക, ഡ്രസ്സ് മേടിക്കുക, സ്പ്രേ മേടിക്കുക, 10,000-1500 രൂപയുടെ ഓൺലൈൻ വഴി. ഇതാണ് പുള്ളിയുടെ. പിന്നെ ആലപ്പുഴ റിസോർട്ടിൽ പോയി താമസിച്ച എസ്റ്റേറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അവൻ. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ എത്ര ദിവസം മുമ്പോട്ട് പോകാൻ പറ്റും? ഇവിടെ വീട് കണ്ടിട്ട് വളരെ ശോചനീയ അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് ഭയങ്കര മദ്യപാനിയായിരുന്നു. കൊട്ടാരിക്കല് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പൊ ഇവ ഇടയ്ക്ക് വെച്ച് പുള്ളിക്ക് മദ്യം മേടിച്ചിട്ട് ഇവന്റെ വശത്തോട്ടാക്കിയായിരുന്നു. ഒരു ജന്മം കൊടുത്ത ഒരു മോളെ പറ്റി ഒരു അച്ഛൻ അവന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് പറയണമെങ്കിൽ ഇവന് അത്രയ്ക്ക് ഒരു ഈ മോളെ കാണാൻ അച്ഛൻ വന്നിട്ടാണോ? വയ്യാതായിട്ടും വന്നിട്ടൊന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരുടെ വീട്ടിൽ വെച്ച് വന്ന 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ലാതെ ഇവിടെ വന്നിട്ടില്ല, ഹോസ്പിറ്റലിലും വന്നിട്ടില്ല. അവിടെ വയ്യാതെ കിടന്ന സമയത്ത് വന്നിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ ഹോസ്പിറ്റലിൽ ഒരു മുട്ടായിയുടെ പൈസ പോലും ഞങ്ങൾക്ക് ഉപകാരം പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇനിയിപ്പം ഈ മോളുടെ ഈ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലേ? ഒരു നിവൃത്തി ഞങ്ങളുടെ കയ്യിലുള്ളതും ഞങ്ങൾ ജോലി ചെയ്തെടുത്തൊന്നും ഈ മൂത്ത കൊച്ചിന് 4 അവന്റെ സ്വർണ്ണം എല്ലാം പണയം വെച്ച് അതിന്റെ റെസിപ്റ്റും എല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ആരുടെ മുമ്പിലും അത് തെളിവായിട്ട് തരാം. ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല, ഉള്ളത് മൊത്തം വിറ്റ് പറക്കി കുഞ്ഞിനെ. ഇതിപ്പോ ഈ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഇനിയിപ്പോ ചെക്കപ്പിനെ കൊണ്ടുപോകുമ്പോൾ എത്ര രൂപ ചെലവാകും? അവിടെ നല്ലൊരു എമൗണ്ട് ആവുമെന്നാ പറയുന്നത്. വെല്ലൂര് കൊണ്ടുപോകുമ്പോൾ വെല്ലൂര് കൊണ്ടുപോകാനെ കൊണ്ട് ഇപ്പം ഈ കാണിക്കുന്ന അവിടുത്തെ ഡോക്ടറാണോ പറഞ്ഞത്? ഉണ്ണികൃഷ്ണ സാർ മെഡിസിറ്റിയിലെ. ഒരു പ്രാവശ്യം കൊണ്ടുപോയാൽ എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് അറിയാം. പ്രാവശ്യം നിങ്ങൾ ഇത്ര ഇമ്പ്രൂവ്മെന്റ് ആയില്ലയോ എന്ന് വെച്ചാൽ കാലം കൈ കെട്ടിയിടുന്ന അവസ്ഥയായിരുന്നു. ഇതിൽ കിടക്കൊണ്ട് കെട്ടിയിടുന്നേ ആ സൈഡിൽ. എന്നിട്ട് ഉറങ്ങാതെ ഞങ്ങൾ കുത്തി ഭയങ്കര കൂവക്കോ അലർച്ചയും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇപ്പം വ്യത്യാസം ഉണ്ടായെന്നാ സാർ പറഞ്ഞ. അനുമോളെ നിങ്ങൾ ഇവന്റെ അടുത്താ പറഞ്ഞത്. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാ ഈ വേല കാണിച്ചത്. ഞാൻ എന്റെ അടുത്തല്ല പറഞ്ഞത്, അവന്റെ ജയപ്രകാശിന്റെ അടുത്ത് തന്നെ പറഞ്ഞത്. ജയപ്രകാശ് അനുമോളെ ഇതിൽ നിങ്ങൾ വലിയൊരു ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകും, 1 പ്രാവശ്യം കൊണ്ടുപോയാൽ മതി. അത് കഴിഞ്ഞിട്ട് അവൻ ടൂറ് പോയി ഈ പറഞ്ഞതിന് ശേഷം അല്ലേ? ഇതെല്ലാം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അവൻ തന്നെ വീഡിയോ ഇട്ടേക്കുന്നത്, ഞങ്ങൾ ആരും ഇട്ടതല്ല. അവൻ തന്നെ തേയില തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്നതും ഇട്ടേക്കുന്നത്. ഉപദ്രവിക്കുക, എന്നെ കൊങ്ങായി കുടിക്കുക, കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. ഞാൻ ഇത്രയും ആക്കി കൊടുത്തിട്ട് ഞാൻ അവന്റെ മുമ്പിൽ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി പോരാൻ പറ്റുമോ? അല്ലെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ?
അവിടെ സമാധാനമായിട്ട് നിൽക്കാനുള്ളൊരു അന്തരീക്ഷം ഈ ആളുകളുടെ സപ്പോർട്ടും ഇല്ല, അവിടെ നാട്ടുകാരുടെ സപ്പോർട്ടും ഇല്ല. നാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ വന്ന് പറഞ്ഞാലും അവര് പറഞ്ഞിട്ടങ്ങ് ഒത്തിരിയും പ്രാവശ്യം അവരങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ വീണ്ടും അവൻ തുടങ്ങുന്നേ. പോലീസ് സ്റ്റേഷനിൽ സാറുമാര് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അന്ന് രാത്രി ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുമ്പോ പച്ചത്തെറിയും വിളിച്ചോണ്ട ബാത്റൂമിനകത്തോട്ട് കയറുന്നേ. പിന്നെ പോലീസുകാരെ പേടിയില്ലാത്ത ഒരു വ്യക്തി പിന്നെ ആരെ പേടിക്കുന്നേ? അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ കുഞ്ഞിന്റെ അപകടത്തിലാണ്. അന്നേരം ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഇത് എത്ര തവണയായതാ, ഇവ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാന്നാ നാട്ടുകാർ പറയുന്നത്. ഈ പ്രശ്നം ഇങ്ങനെ ഈ ആക്സിഡന്റിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നമുക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴേ നമുക്ക് നമ്മുടെ വീഴ്ച വന്നപ്പോഴേ അവനെ മനസ്സിലാകുന്നു. അതൊരു നമുക്കറിയത്തില്ല. നല്ലവനാ, എന്റെ ഒരു മോനെ പോലെ എന്റെ മോനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചതാ. അവസാനം ആ ഭാര്യ കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഞാനും എന്റെ ചേച്ചി കൂടെ നോക്കുന്നേ. പക്ഷെ ആ കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും ഞങ്ങളുടെ പേര് നിവർത്തിയില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ കാണാൻ വരുന്നവർ എന്തോന്ന് തരുന്നത് കൊടുത്താൽ കുഞ്ഞിന് ദിവസം ഫ്രൂട്ട്സ് വേണം, പാല് വേണം, ഇതെല്ലാം മേടിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ അല്ലാതെ ഒരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് ഈ മോളെ കൊണ്ട് എന്തോ ചെയ്യണമെന്ന് തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രകാശ് പറയുന്ന 18 ലക്ഷം ആയെന്ന അനിമോക് ഹോസ്പിറ്റലിൽ. പക്ഷെ ഇതേവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നിടം വരെയുള്ള ബില്ലാണ് ഇത് 14,63,000 രൂപ. അതിൽ അന്ന് മുതലുള്ള ബില്ല് ഇതേവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ അന്ന് ആ മാസം വരെ കൊണ്ടുപോയുള്ള ബില്ല്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പൈസയൊക്കെ നിങ്ങൾ ഇതൊക്കെ കൊണ്ട് അടിച്ചു പൊളിച്ച് നടത്താണെന്ന്, നിങ്ങൾ ഇഷ്ടത്തിന് നടത്താണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് നമുക്ക് പല വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായത്. അതിന്റെ ഒരു സത്യാവസ്ഥയുണ്ട്. അന്നേരം ഞാൻ പറയാം അനുമോളെ, ഞാൻ നിന്റെ അമ്മയെടുത്ത് വിളിച്ചു പറയും, അല്ല നിന്റെ ചേച്ചിയെടുത്ത് പറയും. അന്നേരം ഇവിടെ പിന്നെ എന്റെ കാല് പിടിച്ച് പറഞ്ഞ പ്രയാസത്തെ പറയരുതെന്ന്. അപ്പൊ എനിക്ക് സംശയങ്ങൾ കൂടി. ഞാൻ അവൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പം എനിക്ക് വീഡിയോയുടെ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ഹാഫ് സ്നീക്കർ ഇട്ടിട്ട് കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ ചോദിച്ചട്ടെ, ഈ 25 ലക്ഷം രൂപ എന്റെ വീട്ടിൽ വന്നു, അത് എങ്ങനെ വന്നു? നമുക്ക് നാട്ടുകാർ പിരിച്ചതും ജനങ്ങൾ സോഷ്യൽ മീഡിയ വഴി പിരിച്ചതും എല്ലാം മൊത്തത്തിൽ ഹെൽപ്പ് എല്ലാം കൂടെ കിട്ടി 25 ലക്ഷം രൂപ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് വാഗമണ്ണാണ് കേട്ടോ. വാഗമണ്ണ് ഒരു തേയിലത്തോട്ടത്തിന്റെ അടുത്താണ്. ഇപ്പോ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഇത് വിനിയോഗിക്കുമ്പോ ഇവരുടെ കൈ പൈസ കിട്ടുന്നില്ല. നമ്മുടെ ഈ വാർത്തയ്ക്ക് ശേഷം മറ്റു പല ചാനലുകളിലും ഇരു കുടുംബങ്ങളും നൽകിയ കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതിൽ പരമാർത്ഥമായ സത്യം എന്താണ്? അതുപോലെ ഇപ്പോൾ ഈ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്? ശരിക്കും ഈ അനുമോളുടെ ഈ രോഗാവസ്ഥയെ ഇരു കൂട്ടരും ചേർന്ന് ചൂഷണം ചെയ്യുകയാണോ എന്നൊക്കെ അടങ്ങിയ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. റിപ്പോർട്ടർ BVK, ചാനൽ V.